നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ വളരെ നോർമലായിട്ട് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ചെയ്യുന്ന സാധനങ്ങളുണ്ടല്ലോ, ഈ ഞെട്ടൊടിക്കുക പരിപാടികൾ, അതൊക്കെ ഭാവിയിൽ ഓസ്റ്റിയോപോറോസിസ് പോലത്തെ പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ശരിക്കും അങ്ങനെ ആവുമോ? ഇതൊരു ഡൗട്ടാണ്. ഇതുപോലത്തെ കുറേ ഡൗട്ടുകൾ മേ ബി കേൾക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള ഗസ്റ്റിൻ്റെ സില്ലി എന്ന് തോന്നുന്ന ടൈപ്പ് കുറേ ഡൗട്ടുകൾ എനിക്ക് ചോദിക്കാനുണ്ട്. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ എന്നോടൊപ്പം ഉള്ളത് VSM ഹോസ്പിറ്റലിൽ നിന്നും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ കിരൺ സാറാണ്. സോ വെൽക്കം ടു ആരോഗ്യം. താങ്ക് യു. നമസ്കാരം. ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ കേൾക്കുമ്പോൾ ഭയങ്കര സില്ലി ആയിട്ട് തോന്നും കേട്ടോ. പക്ഷെ ആസ് എ കോമണർ എനിക്ക് അങ്ങനത്തെ ഒരുപാട് ഡൗട്ടുകളുണ്ട്. ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അതായത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഞെട്ട് പിടിക്കുന്ന ആളാണ്, കയ്യിലും കാലിലും ഒക്കെ. ഇത് ഓസ്റ്റിയോപോറോസിസിന് കാരണമാവോ? നമ്മളെ OPയിൽ ഇപ്പം ഏത് അസുഖം കൊണ്ട് വരുന്ന ഒരു പേഷ്യൻ്റ് ആണോ ബൈസ്റ്റാൻഡർ ആണോ ആരായാലും ഡെയിലി ഒന്നോ രണ്ടോ ആളെങ്കിലും പോകുന്നതിന് മുമ്പേ ചോദിക്കും, ഡോക്ടറെ സൗണ്ട് കേൾക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഞൊട്ടയടിക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ. ഈ സൗണ്ട് നോർമലാണ്. സൗണ്ട് കേൾക്കുന്നത് നമ്മുടെ ജോയിൻറ്റ് ഫ്ലൂയിഡിനകത്ത് കുറച്ച് ഗ്യാസസ് അലിഞ്ഞിരിപ്പുണ്ട്. നമ്മൾ ഞൊട്ടയടിക്കുന്ന സമയത്ത് ആ ഫ്ലൂയിഡിൽ നിന്ന് ഗ്യാസ് വെളിയിൽ പോപ്പിംഗ് സൗണ്ട്, ആ സൗണ്ട് കേട്ട് വരുന്നതാണ് ഈ ഞൊട്ട. ചിലവർക്ക് നമുക്ക് ജോയിൻസിന് ചുറ്റുമുള്ള മസിൽസ്, ടെൻഡൻസ് അതൊക്കെ സ്ലിപ്പായി പോകുമ്പോൾ നമുക്ക് ഞൊട്ട സൗണ്ട് കേൾക്കാറുണ്ട്. ആ ഞൊട്ട സൗണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമേ ഇല്ല. പക്ഷേ ഇതിൻ്റെ കൂടെ വേദന, ജോയിൻറ്റിനകത്തുള്ള നീര്, അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടെങ്കിലാണ് നമ്മളത് ശ്രദ്ധിക്കേണ്ടത്. മറ്റേ ഒരു നോർമൽ ഫിനോമിനനാണ്, നമ്മളത് പറയേണ്ട കാര്യമേ ഇല്ല. അപ്പൊ മനസ്സിന്റെ മേൽ ഞൊട്ടടിക്കുന്നതുകൊണ്ട് പ്രശ്നം ഒരു കുഴപ്പമില്ല. ഇതേ സാധനം കുട്ടികൾ, അതായത് ഇപ്പൊ ഈയിടെയായിട്ട് കുട്ടികൾ ചെയ്യാനായിട്ട് പറഞ്ഞു കാണാറുണ്ട്. കുട്ടികൾക്ക് അത് ചെയ്യാവോ അങ്ങനെ ശരിക്കും? അതായത് പാരന്റ്സിനോട് ഞൊട്ടി ഓടിച്ചു തരുമോ എന്ന് ചോദിച്ച് ചെയ്യിപ്പിക്കാറുണ്ട്. അല്ല, അത് നോർമലി സാധാരണ പിള്ളേർക്കാണെങ്കിലും ഫുള്ള് ബോൺ ഗ്രോത്തും ലിഗമെൻറ്റ് ഗ്രോത്തൊക്കെ എത്താനായിട്ട് ഒരു 14 to 15 അല്ലെങ്കിൽ അപ്പോൾ ചിലവർക്ക് 17-18 ഇയേഴ്സ് ആകും. ആ സമയം തൊട്ട് നമ്മൾ ഞൊട്ടൊടിക്കുന്നതിന് പ്രശ്നമില്ല. അല്ലാതെ ഫോഴ്സ്ഫുള്ളായിട്ട് ഓടിക്കേണ്ട കാര്യമില്ല. ചെയ്യാൻ പാടില്ല. ഓക്കെ. ഇപ്പൊ കുട്ടികളുടെ കേസ് പറയുമ്പോൾ ഇപ്പൊ സ്കൂളൊക്കെ തുറന്നിരിക്കുന്ന സമയമാണല്ലോ. കുട്ടികളുടെ ബാഗ് എന്ന് പറയുന്നത് പാരന്റ്സിന് പോലും പൊക്കാൻ പറ്റാത്ത വെയിറ്റിലുള്ള ബാഗാണ്. ഈ ഇത്ര വെയിറ്റ് ഉള്ള ബാഗ് ഉപയോഗിക്കുമ്പോൾ ഇവരുടെ സ്പൈനിന്റെ ഡെവലപ്മെന്റിനെ അത് ബാധിക്കും. അത് അവരുടെ ബാക്കിന് തീരെ ശരിയല്ല എന്ന് കേട്ടിട്ടുണ്ട്, നല്ലതല്ല എന്ന്. അത് ശരിയാണോ? ഇപ്പം കുട്ടിയായാലും നമ്മൾ വലിയൊരാളായാലും നമ്മളെ ശരീരഭാരത്തിൻ്റെ 10 തൊട്ട് 15% വെയിറ്റേ നമ്മളെ ബാഗിൽ വരാവൂ, അല്ലെങ്കിൽ നമ്മുടെ ഷോൾഡർ ബാഗിൽ വരാവുള്ളൂ. ഇപ്പോൾ ഒരു 30 കിലോ ഉള്ള കുട്ടിയാണെങ്കിൽ ഒരു 3 കിലോ തൊട്ട് 4.5 കിലോ വെയിറ്റ് വരെ അവൻ്റെ ഷോൾഡർ ബാഗിൽ വരാൻ പാടുള്ളൂ. ഇത് ഉണ്ടാക്കുന്ന പ്രശ്നം ഈ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഡെയിലി മൺഡേ തൊട്ട് ഫ്രൈഡേ വരെ ഡെയിലി സ്കൂളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബാഗ് കൊണ്ടുപോകുന്നു. ഈ ഷോൾഡറിൻ്റെ സ്പൈനിന് ചുറ്റുമുള്ള മസിൽസിന് അത്രയും സ്ട്രെയിൻ ഉണ്ടാകുന്നുണ്ട്. കുറച്ചൊരു പീരീഡ് കഴിയുമ്പോൾ, ഒരു 3-4 വർഷം കഴിയുമ്പോൾ കണ്ടിന്യൂസ് നടുവേദന, കഴുത്തുവേദനയ്ക്കുള്ള സാധ്യതയുണ്ട്. ഈ ഹെവി ബാഗ് യൂസ് ചെയ്യുമ്പോൾ കുഞ്ഞ് ബാലൻസ് ചെയ്യാൻ തന്നെ കുറച്ച് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ചാഞ്ഞാണ് നടക്കുന്നത്. അത് അവൻ്റെ പോസ്ചറിന് തന്നെ ഒരു ഡിഫറൻസ് ഉണ്ടാക്കും. ശരിക്കും അതുകൊണ്ട് പല സ്കൂളുകളിലും ഇപ്പം ബുക്സ് എല്ലാം സ്കൂളിൽ തന്നെ കീപ്പ് ചെയ്തിട്ട് കഴിയുന്നത് മിനിമം ബുക്സ് വീട്ടിലോട്ട് കൊണ്ടുവിടാനുള്ള ഏർപ്പാടുകൾ പല സ്കൂളിലും ചെയ്യുന്നുണ്ട്. ഞാനീ പറഞ്ഞ പോലെ 10 തൊട്ട് 15% വെയിറ്റ് ബാഗിനകത്ത് വരാൻ പാടുള്ളൂ. അത് ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, പോസ്റ്ററൽ ബാലൻസ് ഉണ്ടാക്കും, പെയിൻ ഉണ്ടാക്കും. പക്ഷേ വളവ് അങ്ങനെ ഉണ്ടാക്കില്ല. അല്ലാതെ പെയിനും ഭാവിയിലുള്ള നടു സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് സാധ്യത കൂടുതലാണ്. അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. ഇല്ല. പെയിൻ പ്രശ്നങ്ങൾ മാത്രമേ, പെയിനും മസിൽ സ്ട്രെയിനും ഉണ്ടാകും. ഓക്കെ. ഈ മുട്ടുവേദന നമ്മൾ വളരെ കോമൺ ആയിട്ട് ഇപ്പൊ നമ്മൾ കളിയാക്കിക്കൊണ്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ പറയും. 90s കിഡ്സ് ഒക്കെ ഇപ്പൊ ചെയറിൽ നിന്നൊക്കെ എഴുന്നേൽക്കുമ്പോൾ കുറച്ച് പാടുപെടുന്നുണ്ട് എഴുന്നേക്കാൻ. കാരണം മുട്ടുവേദനയൊക്കെ ആവേണ്ട സമയമായി തുടങ്ങി. ഈ മുട്ടുവേദന നമ്മൾ പറയുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ട് പറയുമെങ്കിലും ഇറ്റ് ഈസ് എ സീരിയസ് പ്രോബ്ലം. മുട്ടുവേദന എപ്പോഴാണ് ആക്ച്വലി ഒരു പ്രശ്നമായിട്ട് മാറുന്നത്? മുട്ടുവേദന 2 രീതിയിൽ നമുക്ക് എടുക്കാം. ഇപ്പം നമ്മൾ നോർമലി ചെയ്യാത്തൊരു കാര്യം, ഇപ്പോൾ ഒരു ദിവസം ഒരു യാത്ര പോയി കണ്ടിന്യൂസ് ആയിട്ട് നടന്നു, അല്ലെങ്കിൽ കുറച്ച് സ്ട്രെയിൻ ചെയ്തുള്ള ആക്ടിവിറ്റി കയറി ട്രെക്കിങ്ങിന് പോയി, അങ്ങനെയുള്ളവർക്ക് നോർമലി ഒരു 3-4 ദിവസം ഒരു നീ പെയിൻ, മുട്ടുവേദന, നടുവേദന ഒക്കെ കാണും. അത് നമ്മൾ റെസ്റ്റ് എടുക്കുന്നു, ഐസ് വയ്ക്കുന്നു, അതോടെ അത് മാറുന്നു. അത് അങ്ങനത്തെ ഒരു പെയിൻ ഇഷ്യൂ അല്ല. അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്നു, പെയിൻ വരുന്നു, അത് കുഴപ്പമില്ല. പക്ഷേ നമ്മളെ നോർമൽ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴുള്ള മുട്ടുവേദന, നമ്മളെ വീട്ടിനകത്തുള്ള പടി കയറി ഇറങ്ങുമ്പോൾ, ചെയറിനകത്ത് ഇരുന്നിട്ട് എണീക്കുമ്പോൾ, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കൊന്ന് തിരിയേണ്ടി വന്നു, അന്നേരം വരുന്ന മുട്ടുവേദന, ഇങ്ങനെയുള്ള വേദനകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
പല പല കോസാണ് മുട്ടുവേദനയ്ക്ക്. പക്ഷേ അതിൻ്റെ കൂടെ വേദന മാത്രമല്ല, മുട്ടിനകത്ത് സ്വെല്ലിംഗ് ഉണ്ടോ, നീരുണ്ടോ, മുട്ടിന് ചുറ്റും റെഡ്നെസ്, ചുമപ്പ് നിറമുണ്ടോ, വേറെ ഏതെങ്കിലും ജോയിൻ്റ് ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ, അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ നമ്മൾ ഇരിക്കുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ ഉള്ള വേദന, അല്ലെങ്കിൽ പടി കയറുമ്പോൾ വേദനിക്കുന്ന മുട്ടുവേദനയൊക്കെ നമ്മൾ സാധാരണ അത് ഇഗ്നോർ ചെയ്ത് വിടാണല്ലോ പതിവ്. ഇത് ഒരു രീതിയിലും പറ്റില്ല എന്ന് തോന്നുമ്പോഴേ ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് വരുള്ളൂ. അപ്പം ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാ? സാധാരണ നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, ഇന്ത്യയിൽ എല്ലാവരും ആദ്യം ഓയിൽമെൻറ്റ് പുരട്ടുന്നു, ചൂട് വയ്ക്കുന്നു, ആ ഒരു സ്റ്റേജ് കഴിയും. വീണ്ടും ചിലപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും പെയിൻ വരും, വീണ്ടും ഇതൊക്കെ തന്നെ ചെയ്യും. നമ്മൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് പെയിൻ വരുമ്പോഴാണ് മിക്ക ആൾക്കാരും നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്നത്. ഈവൻ ഡെയിലി ഉള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, വീട്ടിനകത്തുള്ള റുട്ടീൻ ആക്ടിവിറ്റീസ് നടക്കാത്തപ്പോഴാണ്, അല്ലെങ്കിൽ അവരുടെ ജോബിൻ്റെ റുട്ടീൻ ആക്ടിവിറ്റീസ് നടക്കാത്തപ്പോഴാണ് പല ആൾക്കാരും അതെ. വരുന്നത്. വിദേശ രാജ്യങ്ങളിൽ അങ്ങനെയല്ല. അവർ ഫസ്റ്റ് ആദ്യമേ ഒരു റൗണ്ട് പെയിൻ വന്നു, പെയിൻ മരുന്നൊക്കെ കഴിച്ച് സെറ്റിലായി, വീണ്ടും പെയിൻ വരുമ്പോൾ അവർ ശരിക്കും ഹോസ്പിറ്റലിൽ ചെന്ന് ബാക്കി ഇൻവെസ്റ്റിഗേഷൻസ്, എക്സ്റേ ആണെങ്കിൽ എക്സ്റേ, ബ്ലഡ് ടെസ്റ്റ് ആണെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ നാട്ടിൽ തേയ്മാനം മിക്കവാറും ട്രീറ്റ്മെൻറ്റിന് വരുന്നത് എൻ സ്റ്റേജ് തേയ്മാനമായി കഴിഞ്ഞിട്ടാണ് ട്രീറ്റ്മെൻറ്റിന് വരുന്നത്. സ്റ്റേജ് 1ഉം 2ഉം തേയ്മാനം ഉള്ളവർക്ക് മരുന്നും എക്സസൈസും മാത്രമേ ഉള്ളൂ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. വേറെ സർജറിയും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള മിക്ക ആൾക്കാരും നമ്മുടെ ഒ.പിയിൽ പോലും വരാറില്ല. വരുന്നതെല്ലാം 3-4 സ്റ്റേജ് തേയ്മാനമായി, അല്ലെങ്കിൽ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ വാതത്തിൻ്റെ ബുദ്ധിമുട്ട് വളരെ കൂടി മുന്നോട്ട് നിൽക്കുന്ന ആൾക്കാർ മാത്രമേ വരാറുള്ളൂ. ഇപ്പം ഈ മുട്ടുവേദനയുടെ കാര്യം പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന പോലെ ഞാൻ കണ്ടതാണ് ഒരു റീല്. പടി കയറുമ്പോൾ മുട്ടുവേദന എന്ന് പറയുന്നത് ആക്ച്വലി ഈസ് നോട്ട് ആൻ OP പ്രോബ്ലം, ഇറ്റ് ഈസ് എ ജിം പ്രോബ്ലം. അതെന്തുകൊണ്ടാണ് അതങ്ങനെ പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ പടി കയറുമ്പോഴുള്ള മുട്ടുവേദന, ഇപ്പം നമ്മളെ വീട്ടിനകത്തുള്ള പടി അത് കയറി ഇറങ്ങുമ്പോൾ നമ്മൾ ഐഡിയലി വേദന വരാൻ പാടില്ല. ഇല്ല. ഇല്ല. ഇപ്പം നമ്മൾ ഒരു ഫ്ലാറ്റിൽ ലിഫ്റ്റില്ല, ഒരു 4-5 നില കയറേണ്ടി വന്നു, അല്ലെങ്കിൽ ഓഫീസിലോ സ്കൂളിലോ കുറേ കയറി ഇറങ്ങേണ്ടി വന്നു. അങ്ങനെയുള്ളൊരു മുട്ടുവേദന നമുക്ക് നോർമലി മുട്ടിൻ്റെ ഓവർ യൂസ് കാരണം വന്നതാണ്, ശീലമില്ലാത്ത പ്രവൃത്തി ചെയ്ത് വരുന്നത്. അല്ലാതെ നമ്മൾ റുട്ടീൻ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴുള്ള മുട്ടുവേദന നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിൻ്റെ റീസണ്, നമ്മൾ നടക്കുമ്പോൾ നമ്മളെ ബോഡി വെയ്റ്റിൻ്റെ 1.5 ഇരട്ടി വെയിറ്റാണ് നമ്മൾ മുട്ടിൽ വരുന്നത്, ഫ്ലാറ്റായിട്ടുള്ള സർഫസിൽ വീട്ടിനകത്തൊക്കെ നടക്കുമ്പോൾ. പടി കയറി ഇറങ്ങുമ്പോൾ അത് 4 ഇരട്ടിയാവുന്നു. നമ്മുടെ ബോഡി വെയ്റ്റിൻ്റെ 4 ഇരട്ടി സ്ട്രെയിനാണ് നമ്മുടെ മുട്ടിൽ വരുന്നത്. അങ്ങനെ മുട്ടുവേദന വരുന്നത്. അപ്പം ഈ ചിലവർക്ക് ചെറിയ രീതിയിൽ മുട്ടിനകത്ത് പ്രശ്നങ്ങൾ കാണും, ചെറിയ തേയ്മാനം തുടങ്ങി കാണും, മുട്ടിനകത്ത് ചെറിയ ലിഗമെൻ്റ് വിള്ളൽ കാണും. അത് ചിലപ്പോൾ നമ്മൾ നേരെ ഈ ഫ്ലാറ്റായിട്ടുള്ള സർഫസിൽ നടക്കുമ്പോൾ നമ്മൾ അറിയണമെന്നില്ല. അതേപോലെ മുട്ടിനകത്ത് തരുണാസ്ഥിയുണ്ട്, കാർട്ടിലേജ് എന്ന് പറഞ്ഞ ലെയർ, അതിനകത്ത് വിള്ളൽ, രക്തോട്ടം കുറവ്. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ പടി കയറി ഇറങ്ങുമ്പോൾ നമ്മളെ ബോഡി വെയ്റ്റിൻ്റെ 4 ഇരട്ടി സ്ട്രെസ്സ് വരുമ്പോഴായിരിക്കും പലരും അറിയുന്നത് തന്നെ ഇങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസസ് ഞാൻ ഈ പറഞ്ഞ പോലെ, നമ്മൾ നോർമൽ ഒരു നില കയറി ഇറങ്ങുമ്പോൾ തന്നെ വേദനയുണ്ട്, അല്ലെങ്കിൽ വീട്ടിലോട്ടുള്ള പടി കയറി ഇറങ്ങുമ്പോൾ വേദന ഉണ്ടെങ്കിൽ തീർച്ചയായും ഡോക്ടറിനെ പോയി കാണണം. അതങ്ങനെ വരുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കാൽഷ്യം ഡെഫിഷ്യൻസി ഒന്നും അല്ലെങ്കിൽ ഇസ് ദാറ്റ് എ ജിം പ്രോബ്ലം? നമ്മൾ ജിമ്മിൽ പോയി സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യാത്തത് കൊണ്ട് വരുന്നതാണോ? മസിൽ വീക്ക്നെസ് ഒരു പ്രശ്നം തന്നെയാണ്. ഈ മസിൽ വീക്ക്നെസ്സിൻ്റെ കാര്യം ഇപ്പം പഴയ ആൾക്കാരെന്ന് വെച്ചാൽ എൻ്റെ ജനറേഷനെക്കാട്ടി മുമ്പുള്ള ആൾക്കാർ, പണ്ട് ഈ പാരൻസൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇത്രയും ദൂരം നടന്നാണ് സ്കൂളിൽ പോയിട്ടുള്ളത്, വീട്ടിലെ ജോലികളൊക്കെ ചെയ്യും. അന്നത്തെ ആ ജനറേഷനെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഈ ലോവർ ബാക്ക് പെയിന്, നീ പെയിന്, മുട്ടുവേദന, നടുവേദന അങ്ങനെയുള്ള സംഭവമൊക്കെ വളരെ ഇല്ല. അതിൻ്റെ റീസൺ അവരെ മസിൽ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്ത് സ്ട്രോങ് ആയിരിക്കും. ഇപ്പം മുട്ടിൻ്റെ ആണെങ്കിലും ഈ ക്വാഡ്രിസെപ്സ്, തുടയുടെ മസിൽ അല്ലെങ്കിൽ താഴോട്ടുള്ള മസിലിന് അത്രയും സ്ട്രെങ്ത് ഉണ്ട്. നമ്മളെ ജനറേഷൻ വരുമ്പോൾ എന്തോ എല്ലാവരും സ്കൂളിൽ പോകുന്നു, കോളേജിൽ പോകുന്നു, തിരിച്ച് പഠിക്കുന്നു, ഓഫീസ് ജോബിൽ കയറുന്നു. ആരും ആക്റ്റീവായിട്ടുള്ള ലൈഫ് സ്റ്റൈലുള്ള ആൾക്കാർ വളരെ ചുരുക്കമാണ്. എൻ്റെ ബാച്ചിൽ തന്നെ ഇപ്പം 100 പേരുണ്ടെങ്കിൽ ഒരു 90% ഇരുന്നും അങ്ങനെയുള്ള സെഡൻറ്ററി വീട് അതാണ്, അല്ലാതെ കളിക്കാനോ ഡാൻസോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ കുറവാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് മസിൽ വീക്ക്നെസ് ഉള്ളവർക്ക് നേരത്തെ പെയിൻ വരും. അതാണ് നേരത്തെ പറഞ്ഞില്ല, നമ്മൾ ഈ 90s കിഡ്സിന് പെയിൻ തുടങ്ങിയിട്ടുള്ള കാര്യം. അതിൻ്റെ ഒരു റീസൺ ഇതും കൂടിയാണ്.
സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ്. സെഡൻഡറി ലൈഫ് അതുപോലെ സ്റ്റൈലും. ജിം റിലേറ്റഡ് മുട്ടിന്റെ ഒരു കാര്യം കേട്ടത്, ഇപ്പൊ നമ്മൾ ജിമ്മിൽ പോയിട്ട് സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുന്ന ആളുകൾ നമ്മൾ കാണാറുണ്ട്, ഇവർ ഈ ഹെവി വെയിറ്റ് വെച്ച് ഷോൾഡർ പ്രസ് ഒക്കെ ചെയ്ത് ഇരുന്ന് ഈ സ്ക്വാട്സ്, ഡീപ്പ് സ്ക്വാട്സ് ഒക്കെ ചെയ്യും. അത് ആക്ച്വലി ഒരു 40 കഴിഞ്ഞാൽ ആളുകൾ ഹെവി വെയിറ്റ്സ് വെച്ചിട്ട് ഡീപ്പ് സ്ക്വാട്ട് ചെയ്യരുത്, അത് നിങ്ങളുടെ മുട്ടിന് ഭയങ്കര കേടാണ് എന്ന് കണ്ടു. പക്ഷെ ഐ ഹവ് സീൻ മെനി പീപ്പിൾ ഡൂയിങ് ദാറ്റ്. അത് ആക്ച്വലി റൈറ്റ് ആണോ, കറക്റ്റ് ആണോ? ഏജ് ഒരു ഫാക്ടറേ അല്ല. അല്ല. ഏജ് ഒരു ഫാക്ടറേ അല്ല. പക്ഷേ എങ്ങനെയായാലും നമ്മളൊരു 20-25 വയസ്സിലുള്ള ഒരു വ്യക്തിയുടെ മസില്, ബോണ് അല്ലെങ്കിൽ ലിഗമെന്റിന്റെ അവസ്ഥ ആയിരിക്കില്ല 40-45 വയസ്സ് കഴിയുമ്പോൾ. എന്തായാലും ലിഗമെന്റിനൊക്കെ തേയ്മാനം തുടങ്ങി നമ്മുടെ ഡെയിലി യൂസ് കാരണം ഒരു വെയർ ആൻഡ് ടയർ ഓൾറെഡി കാണും, അതിനകത്ത് ഉണ്ടാവും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ആക്ച്വലി ഇപ്പോൾ ഒരു 40s കഴിഞ്ഞ് നമ്മൾ ഹെൽത്ത് കോൺഷ്യസ് ആയി നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നു. നമ്മൾ ആദ്യം ബേസിക് സാധനങ്ങൾ ചെയ്യണം. ആദ്യം ചെന്നിട്ട് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് മസിൽസ് പതുക്കെ സ്ട്രെങ്തൻ ചെയ്ത് തുടങ്ങാം. ആദ്യമേ നമ്മൾ സ്ക്വാട്ടിനെ പറ്റിയോ നമ്മൾ ഹൈ ജംപ്സിനെ പറ്റിയോ ഒന്നും ചിന്തിക്കരുത്. പ്രത്യേകിച്ച് വെയിറ്റുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ഹൈ ഇമ്പാക്റ്റ് എക്സസൈസ് ഒഴിവാക്കണം. എന്ന് വെച്ചാൽ മുട്ടിന് സ്ട്രെയിൻ വരുന്നത്, ബാക്കിന് സ്ട്രെയിൻ വരുന്ന എക്സസൈസ് ഒഴിവാക്കണം. അല്ലാതെ സിമ്പിളായിട്ടുള്ള എക്സസൈസും ഡയറ്റും നോക്കി വെയിറ്റ് കുറച്ച് നമ്മൾ അഡിക്വേറ്റ് മസിൽ സ്ട്രെങ്തനിങ് ആയി കഴിഞ്ഞിട്ടേ നമ്മൾ ഇങ്ങനത്തെ എക്സസൈസിലോട്ട് പോകാവുള്ളൂ. അതുകൊണ്ടാണോ പറയുന്നത് ഈ ഒരു 80 കിലോയ്ക്ക് മുകളിലുള്ള ആളുകൾ ഈ ജമ്പിങ് ജാക്സ്, അങ്ങനെ ജംപ്സ് പോലത്തെ കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറയും? നമുക്ക് OPയിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം നമ്മളൊരു വർക്കൗട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ജനറേഷനാണ് ഇപ്പോഴുള്ളത്. പ്രത്യേകിച്ച് ഇപ്പം 40-50 ഒക്കെ കഴിഞ്ഞ ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് മെയിൻലി ഉണ്ടാകുന്നതിൻ്റെ പ്രശ്നം ഇഞ്ചുറീസ് ആണ്. ഇഞ്ചുറീസ് കാരണം പറ്റുന്നത് ഇവർക്ക് വർക്കൗട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അവർക്ക് മെൻ്റലിയും ഒരു ബുദ്ധിമുട്ടാണ് വർക്കൗട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ. വെയിറ്റ് ഗെയിൻ ചെയ്യുന്നുണ്ട്, അതിനും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ ഫസ്റ്റ് പറയുന്നത് ഒരു ട്രെയിനറിൻ്റെ പ്രസൻസിൽ വർക്കൗട്ട് ചെയ്ത് തുടങ്ങാനാണ് എപ്പോഴും പറയുന്നത്. അതേപോലെ വെയിറ്റ് ഒന്ന് 10-15 kgs കുറഞ്ഞിട്ടേ ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ വർക്കൗട്ടിൻ്റെ നമ്മൾ ഈ വലിയ വെയിറ്റ്സ് എടുത്തിട്ടുള്ള എക്സസൈസൊക്കെ ഇൻഡിപെൻഡൻറ്റ് മസിൽസിനെ ഫസ്റ്റ് എക്സസൈസ് ചെയ്ത് നമ്മൾ പ്രോഗ്രസീവ് ലോഡിംഗ് എന്ന് പറയും. അപ്പോൾ അതൊക്കെ വെയിറ്റ്സ് കൂട്ടി അല്ലെങ്കിൽ റെപ്സ് കൂട്ടി ഗ്രാജുവലി കൊണ്ടുവന്ന് ആ സസ്റ്റൈനബിൾ സ്ട്രെങ്ത് ആയി കഴിഞ്ഞിട്ടേ ഇതൊക്കെ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ ഇഞ്ചുറീസ് വരും. ഇരുന്നിട്ട് കാല് നീട്ടണം, അതാണ് ഡോക്ടർ ഉദ്ദേശിച്ചത് അല്ലേ? എക്സാക്ട്ലി. ഓക്കെ. ഈ മുട്ടുവേദന എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഉണ്ട്, പക്ഷെ കുറേയും കൂടെ സീരിയസ് ആയിട്ട് കാണുന്ന പ്രായമുള്ള ആളുകളിലാണ്, നമ്മുടെ വീട്ടിലുള്ള പ്രായമുള്ള ആളുകളിലാണ്. ഇതിന് ഒരുപാട് ട്രീറ്റ്മെന്റുകൾ നമ്മൾ കേൾക്കാറുണ്ട്, ഇപ്പൊ മുട്ട് മാറ്റി വെക്കൽ ഉൾപ്പെടെ. പിന്നെ കുറെ ഇഞ്ചക്ഷൻസിനെ കുറിച്ച് കേൾക്കാറുണ്ട്. ആക്ച്വലി ഇതിന്റെ ട്രീറ്റ്മെന്റ് ചിലർ പറയും അത് ക്യൂർ ചെയ്യാൻ പറ്റില്ല, അത് വന്നു ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല, ട്രീറ്റ്മെന്റ് എടുത്തങ്ങ് പോവാന്നുള്ളൂ. ആക്ച്വലി എന്താണ് അതിന്റെ ഒരു അവസ്ഥ? മുട്ടുവേദന പല കാരണങ്ങൾ കൊണ്ട് വരാം. അതിപ്പം പിള്ളേർക്കാണെങ്കിലും ചെറുപ്പക്കാർക്കാണെങ്കിലും ഓൾഡർ ഏജ് ഗ്രൂപ്പ് വയസ്സായവർക്കാണെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് വരാം. യൂറിക് ആസിഡ് കൂടിക്കഴിഞ്ഞാൽ മുട്ടുവേദന, ജോയിൻറ്റ് പെയിൻ വരാം. വാദസംബന്ധമായിട്ട് ജോയിൻറ്റ് പെയിൻസ് വരാം. മുട്ടിനകത്തുള്ള ലിഗമെൻറ്റ് വിള്ളൽ അല്ലെങ്കിൽ തരണാസ്ഥിക്കുള്ള ചേഞ്ചസ് കാരണം പെയിൻ വരാം. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ഒരു 50 വയസ്സ് കഴിഞ്ഞ് ഒരു ഏജൊക്കെ കഴിയുമ്പോൾ തേയ്മാനം തുടങ്ങിയിട്ട് വരുന്നതാണ്. പക്ഷേ ഇത് ഏതാണെന്നുള്ളത് ഫസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഈ മുട്ടുവേദനയുടെ കാരണം നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കണം. അതിപ്പോൾ നമ്മൾ അടുത്ത ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്നിടത്ത് നമ്മൾ ചെയ്യുന്നത് അത് എക്സ്റേയും ബ്ലഡ് ടെസ്റ്റൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം ഇത് ഏതാണ് കോസ് എന്നുള്ളത്. എന്നിട്ടാണ് അതനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ വാതത്തിൻ്റെ യൂറിക് ആസിഡിൻ്റെ ബുദ്ധിമുട്ടാണെങ്കിൽ മരുന്ന് കഴിക്കുമ്പോൾ അത് മാറും, വേറെ കൂടുതലൊന്നും അതിന് ചെയ്യേണ്ട കാര്യമില്ല. തേയ്മാനമുള്ള മുട്ടുവേദനയാണെങ്കിൽ എക്സ്റേ എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഏത് സ്റ്റേജ് ആണെന്നുള്ളത് അറിയാൻ പറ്റും. ആദ്യത്തെ 1ാമത്തെ 2ാമത്തെ സ്റ്റേജ് ആണെങ്കിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല, എക്സസൈസ്. പിന്നെ നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ ഒന്ന് മോഡിഫൈ ചെയ്യണം. ലൈഫ് സ്റ്റൈൽ മോഡിഫൈ എന്ന് ഉദ്ദേശിക്കുന്നത് പടി കയറി ഇറങ്ങുന്നത്, ഹൈറ്റ് കുറഞ്ഞ സ്റ്റൂളിലോ ചെയറിലോ ഇരിക്കുന്നത്, ഫ്ലോറിൽ ചമ്മരം പണിഞ്ഞിരിക്കുന്നത്, വെയിറ്റ് എടുത്തുകൊണ്ട് നടക്കുന്നത്, മുട്ടിന് കൂടുതൽ സ്ട്രെസ് കൊടുക്കരുത്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കുക. എക്സസൈസ് കണ്ടിന്യൂ ചെയ്യുക. വളരെ പിന്നെ ഈ 1ാമത്തെ 2ാമത്തെ സ്റ്റേജിന് ഈ പറഞ്ഞതുപോലെ ഇഞ്ചക്ഷൻസ് അവൈലബിൾ ആണ്. നമ്മുടെ ബ്ലഡിൽ നിന്ന് എടുക്കുന്ന PRP വെച്ച് സ്വന്തം ബ്ലഡിൽ നിന്ന് തന്നെ PRP എടുത്ത് ഇഞ്ചെക്റ്റ് ചെയ്യാം. അതൊക്കെ ആദ്യത്തെ 2 സ്റ്റേജിൽ നല്ല റിലീഫ് ഉണ്ട്. 3ാമത്തെ 4ാമത്തെ സ്റ്റേജ് വരുമ്പോഴാണ് നമുക്ക് റിലീഫ് കിട്ടാതെ. എന്ത് ചെയ്തു കഴിഞ്ഞാലും നമുക്ക് പെയിൻ ആയിരിക്കും. അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ
മുട്ട് മാറ്റി വയ്ക്കുന്ന ശസ്ത്രക്രിയ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒ പിയിൽ ഹോസ്പിറ്റലിൽ വരുന്നവരുടെ അടുത്ത് നമ്മൾ ഫസ്റ്റ് പറയും, നമ്മൾ സ്റ്റേജ് ഏതാണെന്ന് നോക്കും. ഫസ്റ്റ് ഒരു ആദ്യത്തെ 1-2 സ്റ്റേജ് ആണെങ്കിൽ എക്സസൈസൊക്കെ കൊണ്ട് ഫിസിയോതെറാപ്പി കൊണ്ട് തന്നെ മുന്നോട്ട് പോകും. 3-ാമത്തെ 4-ാമത്തെ സ്റ്റേജ് ആകുമ്പം തന്നെ നമ്മൾ കൗൺസിൽ ചെയ്യും. മിക്കവാറും നമുക്ക് റീപ്ലേസ്മെൻറ്റ് തന്നെ വേണ്ടി വരും എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ മുട്ടുവേദന പ്രായമുള്ള ആൾക്കാർ പറയുമ്പോൾ അവർ മെയിൻലി പറയുന്നത് പോയാൽ എന്ത് പറയാനാ, അവർ മുട്ട് മാറ്റി വയ്ക്കണ സർജറി ചെയ്യണം, ഓപ്പറേഷൻ ചെയ്യണം എന്നേ പറയുള്ളൂ എന്ന് പറയും. ഈ കാരണം പറഞ്ഞ് വരാറുണ്ട്, അതായത് ഓപ്പറേഷൻ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വരാതിരുന്നാന്ന് പറഞ്ഞ്. ഹോസ്പിറ്റലിൽ ചില ഇപ്പോഴേ കുറേ ആൾക്കാർ വില്ലിങ് ആണ് ചെയ്യാനായിട്ട്. ഇപ്പോൾ എല്ലാവർക്കും മുട്ട് മാറ്റി വയ്ക്കുന്നതിനെ പറ്റിയുള്ളൊരു ഭയം കുറഞ്ഞ് മാറിയിട്ടുണ്ട്. തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഇടയ്ക്ക് ആൾക്കാർ വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ അടുത്തുള്ള 3-4 ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തും കൊച്ചിയിലൊക്കെ കാണിച്ചിട്ട് നമ്മുടെ അടുത്ത് ഒപ്പീനിയനായിട്ട് വരും. ഒപ്പീനിയനായിട്ട് വരുമ്പോൾ എക്സ്റേ കണ്ടിട്ട് ഇത് 4-ാമത്തെ സ്റ്റേജാണ്, സർജറി ചെയ്താലേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അവരപ്പോഴാണ് പറയുന്നത് ശരിയാ, മറ്റേ ഡോക്ടറും അതേപോലെ അതന്നെയാ പറഞ്ഞത്. അതേപോലെ. അപ്പോൾ ഇവർ നോക്കുന്നത് സർജറി അല്ലാതെ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് അന്വേഷിച്ചിട്ടാണ് വരുന്നത്. അതൊരു പ്രശ്നമാവാറുണ്ടോ അങ്ങനെ ആളുകൾ ഈ പറഞ്ഞ മാതിരി അത് വെച്ചുകൊണ്ടിരിക്കുന്നത്? അത് വെച്ചുകൊണ്ടെങ്കിൽ തേയ്മാനം കൂടും. അതിൻ്റെ റീസണ് നമ്മുടെ ഈ വൺസ് നമ്മുടെ വണ്ടിയുടെ ടയർ പോലെയാണ്. ആദ്യം ആ ഒരു ഇനിഷ്യൽ തേയ്മാനം കുറച്ചായി കഴിഞ്ഞാൽ പിന്നീടുള്ള തേയ്മാനം വളരെ ഫാസ്റ്റാണ്. പെട്ടെന്നായിരിക്കും. ഓ, അതേപോലെ ഈ തേയ്മാനം വന്ന ജോയിൻ്റ് വെച്ച് ഇവർ നിൽക്കുകയും നടക്കുകയും റുട്ടീൻ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ഇനി വരുന്ന തേയ്മാനത്തിൻ്റെ അളവ് കൂടും, സ്പീഡും കൂടും, മുട്ട് വളയാൻ തുടങ്ങും, എല്ല് പൊടിച്ചിൽ സംഭവിക്കും. അങ്ങനെയുള്ള വളരെ ബുദ്ധിമുട്ടായിട്ട് നല്ല വളഞ്ഞ് വരുന്ന ആൾക്കാരും ഉണ്ട്. ഈ സർജറിയോടുള്ള പേടി എന്ന് പറയുമ്പോൾ നമ്മൾ ബാക്കി സ്ഥലങ്ങളിൽ ചെയ്യുന്ന പോലെ ഇതൊരു ഹാർഡ് സർഫസ് ആണ്, ഇതിൽ ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും, പിന്നീട് അങ്ങോട്ട് നടപ്പ് പോസിബിൾ ആവുമെന്ന് ഇങ്ങനെ കുറെ സംശയങ്ങൾ ഉണ്ടാവും. ഇതിനോടുള്ളൊരു ഭയം ഉണ്ടല്ലോ, ഉണ്ട്. അത് ശരിക്കും ആക്ച്വലി എന്താ അതിൻ്റെ ഉള്ളിൽ സംഭവിക്കുക? നിങ്ങൾ ഒറ്റിയുടെ ഉള്ളിൽ എന്താ ചെയ്യുക? ഈ മുട്ട് മാറ്റി വയ്ക്കുന്ന അവർ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു മൊത്തത്തിൽ ഒരു അതെ, ഈ സാധനം ഒരു പോർഷൻ എടുത്ത് എടുത്ത് മാറ്റുന്നു. കട്ട് ചെയ്തിട്ട് ബാക്കി എക്സ്ട്രാ വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് ഹോസ്പിറ്റലിൽ വരുന്നവർക്ക് ആദ്യമേ ഒന്ന് കൗൺസിൽ ചെയ്യും. ആദ്യം നമ്മൾ സർജറി, ഇപ്പോൾ നീ റീപ്ലേസ്മെൻറ്റ് സർജറി പറഞ്ഞ് അവർ ഓക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഫസ്റ്റ് അവരെ കൗൺസിൽ ചെയ്യും. നമ്മൾ ചെയ്യുന്നത് ആ തേയ്മാനം വന്ന പോർഷൻ മാത്രമേ കട്ട് ചെയ്ത് കളയുള്ളൂ. ഉള്ളിലുള്ള 1-2 ലിഗമെൻറ്റ്, അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ കേസ്, ഏത് കേസിൻ്റെ അളവനുസരിച്ചിട്ട് ആ ലിഗമെൻറ്റ് എടുത്ത് കളയും. ബാക്കിയുള്ള ആ തേയ്മാനം വരാത്ത ബാക്കിയുള്ള ബോണും ചുറ്റുമുള്ള ചിരട്ടയും മസിൽസും ലിഗമെൻറ്റും എല്ലാം പഴയത് തന്നെയാണ്. അതിനൊന്നും ഒരു വ്യത്യാസം വരുന്നില്ല. അപ്പോൾ ആ തേയ്മാനം വന്ന പോർഷൻ മാത്രം കട്ട് ചെയ്തിട്ട് നമ്മൾ യൂഷ്വലി ടൈറ്റാനിയമാണ് മെറ്റൽ യൂസ് ചെയ്യുന്നത്. മെറ്റലിൻ്റെ ഒരു കപ്പും മേളിൽ വയ്ക്കും, താഴത്തെ ബോണിനകത്തൊരു പ്ലേറ്റ് പോലത്തെ ഒരു ഇതും കാണും, ഇടയിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മെറ്റീരിയലും കാണും. ഈ 3 പീസാണ് സാധാരണ ഇനി റീപ്ലേസ്മെൻറ്റ് സർജറിക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ നടക്കുമ്പോൾ ഇത് തമ്മിൽ മാത്രമേ മൂവ് ചെയ്യുള്ളൂ, അല്ലാതെ നമ്മളെ എല്ല് പിന്നീട് ഒരേ നെല്ല് വർക്ക് ചെയ്യുക. അങ്ങനെയാണ് ഈ പെയിൻ റിലീഫ് വരുന്നത് തന്നെ. അപ്പം അത് പ്രോസസ്സ് അവരുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും, ഇതാണ് സംഭവം എന്ന് പറയുമ്പോഴാണ് പലവർക്കും സമാധാനം ആകുന്നത്. ഇപ്പൊ ഒരുപാട് സർജറീസിന് ഈ കീ ഹോൾ സർജറി പോലുള്ള ഓപ്ഷൻസ് ഉണ്ടല്ലോ, ഈ മുട്ട് മാറ്റി വെക്കലിന് അല്ലെങ്കിൽ മുട്ട് റിലേറ്റഡ് സർജറീസ് അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? കീ ഹോൾ സർജറീസ് കൂടുതലും സ്പോർട്സ് ഇഞ്ചുറീസ്, ലിഗമെന്റ് ഇഞ്ചുറീസ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ല മുട്ടുവേദന ചിലപ്പോൾ ലിഗമെന്റ് ഇഞ്ചുറീസ് കാരണം വരാം. അങ്ങനെയുള്ളവർക്ക് കീ ഹോൾ സർജറീസ് ആപ്റ്റാണ്. ഷോൾഡർ ലിഗമെന്റ് ഇഞ്ചുറീസിനും നല്ലതാണ്. പിന്നെ കീ ഹോൾ സർജറി അല്ലാതെ മിനിമൽ ഇൻവേസീവ് സർജറി എന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയതുപോലെ ഫുള്ളി നമ്മൾ ഭാഗം ഓപ്പൺ ചെയ്തില്ല, കുറച്ച് മാത്രം ഓപ്പൺ ചെയ്ത് സർജറി ചെയ്യുന്നത്. അത് ചില ഒടിവുകൾക്ക്, എല്ലാ ഒടിവുകൾക്കും അല്ല, ചില ഒടിവുകൾക്കും അത് മിനിമലി ഇൻവേസീവ് സർജറി ഓക്കെയാണ്. റീപ്ലേസ്മെൻറ്റ് സർജറീസ് എല്ലാം ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഈ റീപ്ലേസ്മെന്റ് സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നത്തെ ഇവരുടെ ആഫ്റ്റർ കെയർ എങ്ങനെയാണ്? എത്ര നാൾ കഴിയുമ്പോൾ ബാക്ക് ടു നോർമൽ ആവും? സാധാരണ നമ്മൾ സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് നിൽക്കുകയും നടക്കുകയും ഒക്കെ ചെയ്യും. രാവിലെയാണ് സർജറി ചെയ്യുന്നുണ്ടെങ്കിൽ വൈകിട്ട് തന്നെ മിക്കവർക്കും മുട്ടിൻ്റെ എക്സസൈസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ നമ്മളെ നോർമൽ സർജറി കഴിഞ്ഞിട്ട് റെസ്റ്റ് എന്നുള്ളൊരു ടൈം പീരീഡ് ഇതിനില്ല. സർജറി കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ നമ്മൾ എക്സസൈസ് ആക്റ്റീവ് ആക്കുക എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ഡോക്ടേഴ്സിന്റെ ആവശ്യം. പേഷ്യൻസിന് വേദന ഉണ്ടാവും. വേദന ആദ്യം സർജിക്കൽ പെയിൻ ആദ്യത്തെ കുറച്ച് ദിവസം എന്തായാലും ഉണ്ടാവും. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പം തന്നെ ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന അഡ്വാൻറ്റേജ്, ഹോസ്പിറ്റലിലാവുമ്പോൾ നമുക്ക് ഓൾറെഡി ഈ സർജറിക്ക് വേണ്ടിയിട്ടുള്ള പെയിൻ മെഡിക്കേഷൻസ് എല്ലാം പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവർക്ക് വലുതായിട്ട് പെയിന് അറിയില്ല. അതുകൊണ്ട് ആദ്യം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുമ്പം തന്നെ നമ്മൾ എക്സസൈസ് എല്ലാം ഫുൾ ഫ്ലെഷ്ഡ് ആയിട്ട് സഹിക്കബിൾ ആയിരിക്കും പെയിൻ അല്ലേ?